ഹായ് ഗൈസ്, നമ്മുടെ കോളിഫ്ലവർ ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ കോളിഫ്ലവർ ഫ്രൈ ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്മുടെ കോളിഫ്ലവർ വെച്ചിട്ടുണ്ട്. നമ്മളിത് മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിൽ 1 മണിക്കൂർ വെച്ചിട്ട് കഴുകിയെടുത്തതാണ് കേട്ടോ കോളിഫ്ലവർ. നമ്മൾ ഇപ്പോൾ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് ഉപ്പിടുന്നുണ്ട്, ഇത്തിരി ഉപ്പിടുന്നുണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇത് തിളച്ചിട്ട് വേണം നമ്മുടെ കോളിഫ്ലവർ ഇതിലോട്ട് ഇടാൻ. തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് നമ്മൾ കോളിഫ്ലവർ ഇടുവാണ്. നമ്മളിപ്പോൾ ആ വെള്ളത്തിലോട്ട് എല്ലാ കോളിഫ്ലവറും ഇതിലോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. പാത്രത്തിലാക്കാം, വെള്ളം വേണ്ട കേട്ടോ. പാത്രത്തിലോട്ട് ആക്കുവാണ് കേട്ടോ. കുറച്ച് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. മൈദപ്പൊടി നമ്മൾ ഇതിലോട്ട് ഇട്ടിട്ടുണ്ട്. നമ്മുടെ എത്രയാണോ നമുക്ക് കോളിഫ്ലവർ ഉള്ളത് അതനുസരിച്ച് നമ്മൾ മൈദപ്പൊടി ഇട്ടാൽ മതി കേട്ടോ. ഇനി നമ്മൾ അടുത്തായിട്ട് ഇടാൻ പോകുന്ന കോൺഫ്ലവർ ആണ്. ഇനി 2 സ്പൂൺ കോൺഫ്ലവർ ഇടാൻ പോവാണ്. ആവശ്യത്തിന് ഉപ്പാണ് ഇടാൻ പോകുന്നത്. ഇച്ചിരി മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഇടാൻ പോകുന്നത്. കുരുമുളക് പൊടിയാണ് കേട്ടോ. 1 സ്പൂൺ കുരുമുളക് പൊടി. മുളക് പൊടിയാണ്. 1 സ്പൂൺ മുളക് പൊടി. സ്പൂണല്ല, 2 സ്പൂൺ മുളക് പൊടി കേട്ടോ. ഇത് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് പൗഡർ നമ്മൾ നേരത്തെ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, പൊടികളൊക്കെ പൊടി. അപ്പം അത് മിക്സ് ചെയ്ത് കൊടുക്കുവാണ്. വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നല്ലോണം അങ്ങനെ മിക്സ് ചെയ്യുക. നല്ലോണം അങ്ങനെ മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചൂടായ ചീനച്ചട്ടിയിലോട്ട് എണ്ണ ഒഴിച്ച് മാവിൽ മുക്കിയ നമ്മുടെ കോളിഫ്ലവർ നമ്മൾ എണ്ണയിലോട്ട് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാ കോളിഫ്ലവറും ഞാൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചീനച്ചട്ടി കൊള്ളുന്ന വിധത്തിൽ നിങ്ങൾ ഇടുക കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ കോളിഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു പാത്രത്തിലോട്ട് അത് മാറ്റുവാണ് കേട്ടോ. നമ്മൾ കണ്ട ഈ കോളിഫ്ലവർ ഇച്ചിരി നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളൂ. നമുക്ക് ഇനി കുറച്ചും കൂടി ഉണ്ടാക്കിയിട്ട് കാണിക്കാം. അപ്പോൾ അതാണ്ട് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മളിനി സോസും കൂടി ഇട്ട് വയ്ക്കുവാണെങ്കിൽ സൂപ്പറായിരിക്കും കേട്ടോ. വളരെ ഞാൻ സോസ് എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മുക്കി ഒന്ന് കഴിച്ചു നോക്കാം കേട്ടോ. അപ്പോൾ അതാണ്ട് നല്ല റെഡ് കളറൊക്കെയാണ് കേട്ടോ. നല്ല ഇതുണ്ട് കേട്ടോ. അപ്പോൾ അതേ നമ്മളതൊന്ന് മുക്കി നോക്കാൻ പോവുകയാണേ. അപ്പോൾ സോസിൽ നമ്മളതങ്ങ് മുക്കി എടുത്തിട്ടുണ്ട്. ഇത്തിരി ഭാഗം മുക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ മുക്കിയെടുത്തത് ഞാൻ അങ്ങോട്ട് കഴിക്കുവാണ്. അപ്പോൾ അതാണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ കഴിച്ചു നോക്കി കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്ത വീഡിയോയിൽ പിന്നെ കാണാം. ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.